ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചാറ് കറി ഉണ്ടാക്കിയെടുക്കാവേ. എല്ലാവർക്കും കൺഫ്യൂഷനാണ് പെട്ടെന്ന് തന്നെ ചാറുണ്ടാക്കുന്നത്. എല്ലാ ദിവസവും ചാറ് വേണ്ടേ. ഞാനിങ്ങനെയൊക്കെ കേട്ടോ കാണിക്കുന്നത്. ഒരു 4 വെണ്ടയ്ക്ക മതിയേ. 4 വെണ്ടയ്ക്ക എടുത്ത് ഇതുപോലെ സാമ്പാറിനൊക്കെ അരിയുന്നല്ല വട്ടത്തിലരിഞ്ഞ് 2-3 ചുവന്നുള്ളിയും 3-4 വലിയ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ടേക്കണേ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടി കഴിയുമ്പം നമ്മുടെ ഈ ചേരുവകളെല്ലാം കൂടെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ലപോലെ ആ ചെറു തീയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ആ എണ്ണയ്ക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണേ. ചെറു തീയിലാക്കി വെക്കണേ. ഇച്ചിരി സമയം എടുക്കും കേട്ടോ. ആ നേരം കൊണ്ട് നമ്മളൊരു കുഞ്ഞ് കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. കുറച്ച് വെള്ളം മതിയേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, വെളുത്തുള്ളിയുടെ എല്ലാം കളറ് മാറി വന്ന് കണ്ടോ. വെണ്ടയ്ക്കയുടെ ആയാലും ഇതുപോലെ ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് കളറ് മാറ്റി കളയണ്ടേ. ഈ നേരത്ത് നമ്മൾ ഇച്ചിരി കുരുമുളക് ചതച്ചിട്ട് കൊടുക്കണേ. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചേക്കണം കേട്ടോ. ഈ കാരണം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കുവേ. അതിനകത്ത് കളറങ്ങ് പെട്ടെന്ന് മാറുമ്പോൾ ടേസ്റ്റ് മാറും. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളൊരു ഇച്ചിരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലി ഓപ്ഷണലാകട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മളിടുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ ആ സാമ്പാർ പൊടിയുടെ എരിവ് മതിയെങ്കിൽ അത് മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. സാമ്പാർ പൊടിയാണേലും ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം അതിന് ഒഴിക്കുന്നുള്ളേ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് നീട്ടി എടുക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് സാമ്പാർ പൊടി ഇടണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചുമ്മാ കുടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയെങ്കിൽ കഴിച്ച് നോക്കിയെങ്കിൽ അതറിയാൻ പറ്റത്തുള്ളേ. എന്നിട്ട് ഇപ്പം നമ്മുടെ തീ ഓഫായിരുന്നല്ലോ. ഇനി നമ്മൾ ഈ ഉപ്പുപൊടി ഇട്ട് കഴിയുമ്പം നമ്മൾ അതിൻ്റെ തീ ഓണാക്കി വെച്ചേക്കണേ. എന്നിട്ട് ആ ചെറു തീയിലിട്ടിച്ച് വേണം ഇപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഉപ്പ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാമോ, നമ്മുടെ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നത് കേട്ടോ. ഉപ്പുപൊടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് യോജിച്ച് വന്നല്ലോ. ഉപ്പിൻ്റെ കളർ കാണാനില്ലല്ലോ. ആ നേരത്ത് നമ്മൾ പുളി പിഴിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചേക്കണേ. വെണ്ടയ്ക്കയിലോട്ട് ആ പുളി എല്ലാം കൂടെ അങ്ങ് പിടിച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയൊക്കെ എടുത്ത് കഴിക്കുന്നത്. പുളി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിച്ചാൽ സൂപ്പറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാവേ. രസമായിട്ട് അങ്ങനെ കഴിക്കാം. ഞാൻ ഇച്ചിരി ഒരു പാത്രത്തിൽ കൊള്ളുന്ന പോലെയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ ഇവിടെ വിൻചേട്ടന് മാത്രം ചാറുകറി മതിയേ. പക്ഷെ അത് നിർബന്ധമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കണമല്ലോ എന്തെങ്കിലും ചാറ്. ഇപ്പോൾ ഇന്നത്തെ ചാറ് നാളെ ഇഷ്ടമാകത്തില്ല. അപ്പം അതേ സാധനം ഉണ്ടാക്കുന്നതും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഇച്ചിരി കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായമാണേലും അധികം കായം ഇടണ്ട. കാരണം നമുക്ക് സാമ്പാർ പൊടിയുടെ കായത്തിന് ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചു. കുറച്ചിട്ടാൽ മതി കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുഴഞ്ഞ് ആ ഇതിൻ്റെ ചാറിലോട്ട് അങ്ങ് കയറി അങ്ങോട്ട് അളിഞ്ഞ് അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ. വെണ്ടയ്ക്ക മുറിച്ചിട്ട പോലെ തന്നെ കിടക്കുന്നത് കണ്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്ര ടേസ്റ്റാണേ. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.